still. യേശു അവിടെ നിന്നു. He stopped at the cry of a beggar. ഒരു ഭിക്ഷക്കാരന്റെ നിലവിളിയുടെ മുൻപിൽ യേശു നിന്നു. He was going to pass him by. അവനെ കടന്നു പോകാൻ യേശു തുടങ്ങുകയായിരുന്നു. But the cry of one poor beggar, ഒരു പാവപ്പെട്ട യാചകന്റെ നിലവിളിയുടെ മുൻപിൽ യേശു നിന്നു. Jesus stood still and commanded him to be called. അവൻ അവിടെ നിന്നുവെന്ന് മാത്രമല്ല, അവനെ വിളിപ്പീൻ എന്ന് കൽപ്പിച്ചു. I don't know who I came to preach to, എനിക്കൊരു ചോദ്യമുണ്ട്. but I want to preach to somebody who's been crying out. അനേകം നാളുകളായി നിലവിളിക്കുന്ന ആരോടോ ആണ് ഞാൻ പ്രസംഗിക്കുന്നത്. Let me preach to somebody who needs Jesus to handle a problem. യേശുവിന്റെ പ്രശ്നത്തിനെ നോക്കി അതെ കമാൻഡ് ചെയ്യുവാൻ നിലവിളിക്കുന്ന ഒരു ജീവിതം. I bring you good news. ഞാൻ നിങ്ങൾക്ക് സദ്വർത്തമാനം. He has heard your cry. നിന്റെ നിലവിളി കേട്ടു കഴിഞ്ഞു. He now stands still. അവൻ നിന്റെ നിലവിളി കേട്ട് നിനക്ക് വേണ്ടി നിന്നു കഴിഞ്ഞു. And he is calling you. അവൻ നിന്നെ വിളിക്കുന്നു. He is calling you. അവൻ നിന്നെ വിളിക്കുന്നു. He calls you to come out of your problems. അവൻ നിന്റെ പ്രശ്നത്തെ വിട്ടേച്ച് വാ. He calls you out of the situation. നിന്റെ സാഹചര്യം വിട്ട് ഇറങ്ങി വാ. Here's the good news. അതെ, അവനൊരു സുവാർത്തയുണ്ട്. You have been called. നിന്നെ വിളിക്കുന്നു ഗുരു നിന്നെ വിളിക്കുന്നു എന്ന സദ്വർത്തമാനം ഇന്ന് രാത്രി മുഴങ്ങുന്നു. They brought Bartimaeus in front of Jesus. യേശുവിന്റെ മുൻപാകെ അവൻ എത്തി. Here's a man that is blind. ഇവൻ കുരുടനായിരുന്നു. Here's a man that is bound to the curbside. അവൻ ശാപത്തിൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. Here's a man who has spent his whole life begging, hoping somebody would help him. പ്രത്യാശയില്ലാതെ യാചകനായി ആരുടെങ്കിലും സഹായത്തിനു വേണ്ടി ദിനംതോറും കാത്തിരുന്നവനായിരുന്നു. But now Jesus has heard his cry. എന്നാൽ ഇന്ന് യേശു അവന്റെ നിലവിളി കേട്ടു. Son of David, ദാവീദ് പുത്രൻ, son of David. ദാവീദ് പുത്രൻ അവന്റെ നിലവിളി കേട്ടു. He cries out for the son of David. അവൻ നിലവിളിച്ചത് മറ്റാരോടുമല്ല, ദാവീദ് പുത്രനോടാണ്. He cries for mercies. അവൻ കരുണയ്ക്ക് വേണ്ടിയാണ് യാചിച്ചത്. When he says son of David, he is acknowledging the kingship of Jesus Christ. അവൻ യേശു കർത്താവിനെ ദാവീദ് പുത്രൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ അവന്റെ രാജത്വം അംഗീകരിച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. Jesus is the Messiah that was promised to sit on the throne of David. ഹല്ലേലൂയ. ദാവീദിന്റെ പേരിൽ നിന്ന് ഉദിച്ചു വരുന്ന രാജാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ഓർത്തുകൊണ്ടാണ് അവൻ ദാവീദ് പുത്രൻ എന്ന് യേശുവിനെ വിളിക്കുന്നത്. Bartimaeus got a miracle because he acknowledged Jesus as his king. എന്തുകൊണ്ട് ഭക്തിമായിക്ക് ആ ദിവസം ഒരു അത്ഭുതം ലഭിച്ചു. അവൻ യേശുവിന്റെ രാജത്വം അംഗീകരിച്ചു. I want to remind somebody that every problem you have must bow to the kingship of Jesus. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ സകല പ്രശ്നങ്ങളും യേശു രാജാവിന്റെ മുൻപിൽ അടിയറ പറഞ്ഞേ തീരൂ. He is king over every burden. നിന്റെ സകല പ്രതിസന്ധികളുടെ മേലും അവൻ രാജാവ്. King over every problem. നിന്റെ സകല പ്രശ്നത്തിന് മേലും അവൻ രാജാവ്. King over every situation. നിന്റെ സകല സാഹചര്യത്തിന്റെ മേലും അവൻ രാജാവ്. Cry out to your king. നിന്റെ രാജാവിനോട് He നിലവിളിക്കുക. has the power to handle your problem. അവന്റെ പക്കൽ ശക്തിയുണ്ട്. He says, son of David, have mercy on me. അവൻ നിലവിളിച്ചു, ദാവീദ് പുത്ര. It not only acknowledged his kingship, it also acknowledged his covenant. കർത്താവിന്റെ രാജത്വം അംഗീകരിച്ചുകൊണ്ടുള്ള നിലവിളി മാത്രമല്ലത്, അവന്റെ ഉടമ്പടി ഓർത്തുകൊണ്ടുള്ള നിലവിളിയാണ്. We are reminded by the psalmist സംഗീതക്കാരൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. that David had the sure mercies of the Lord. ദൈവത്തിന്റെ നിശ്ചിത കൃപകൾ പ്രാപിച്ചവനാണ്. ദൈവത്തിന്റെ നിശ്ചയമായുള്ള കരുണ പ്രാപിച്ചവനാണ് ദാവീദ്. The mercies of God are sure. ദൈവത്തിന്റെ കരുണ നിശ്ചയമാണ്. They are steadfast. അത്
mercy. ഹല്ലേലൂയ. അവന്റെ പുതിയ കൃപ കൊണ്ട് അവൻ നിന്നെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. For whatever you need today, there's a new mercy to meet that need. ആ പ്രശ്നത്തെ നേരിടാനുള്ള പ്രത്യേക കൃപ കൊണ്ട് നിന്നെ പൊതിഞ്ഞാണ് ഈ രാവിലെ സമയം ദൈവം നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. God will do everything he promised. അവൻ വാഗ്ദത്തം ചെയ്തത് മുഴുവൻ അവൻ നിനക്ക് തരാൻ വിശ്വസ്തനാണ്. Everything he said he will do, he will do. അവൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. He is altogether faithful. അവൻ എന്നും വിശ്വസ്തൻ. He's not a man that he would lie nor repent. അവൻ വ്യാജം പറയാൻ മനുഷ്യനല്ല. If he said, he will do it. അവൻ പറഞ്ഞെങ്കിൽ അവൻ നിശ്ചയമായും അത് ചെയ്തിരിക്കും. Jesus, യേശു son of David, ദാവീദ് പുത്രൻ, have mercy കരുണ തോന്നണമേ on me. എന്നോട്. And Jesus stood in front of Bartimaeus ആ യാചകന്റെ മുൻപിൽ യേശു നിന്നു. and says, what do you really want me to do? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു. His cry received the attention of Jesus. അവന്റെ നിലവിളി യേശുവിന്റെ ശ്രദ്ധയെ അവങ്കിലേക്ക് ആകർഷിച്ചു. And once he had his attention, then he made his supplication. രക്ഷകന്റെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ അപേക്ഷ അവന്റെ മുൻപിൽ അർപ്പിച്ചു. Your crying out will get his attention. നീ നിലവിളിക്കുമെങ്കിൽ യേശു നിന്നെ ശ്രദ്ധിക്കും. But once you have his attention, he wants to know, what is your supplication? എന്നാൽ അവൻ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ അപേക്ഷ എന്താണെന്ന് അറിയാൻ അവൻ ആഗ്രഹമുണ്ട്. Let me ask you tonight, what do you need God to do for you? ഇന്ന് രാത്രി നിന്നോട് വ്യക്തിപരമായി ചോദിക്കട്ടെ, ഈ രാത്രി യേശു നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? Bartimaeus, what would you have me to do? കൃത്യമായി ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. Jesus still does. ഹല്ലേലൂയ. യേശു Still does. അവൻ അത് ഇന്നും അത് ചെയ്യുന്നു. He does. കാരണം He does. അവൻ അത് ചെയ്യുന്നു. Whatever you need, he still does. നിനക്ക് എന്ത് വേണമോ അത് ചെയ്തു തരാൻ ഇന്നും എന്റെ യേശു യഥാർത്ഥനാണ്. He's the same yesterday, today, and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും യഥാർത്ഥനാണ്. He did heal, he still heals. അവൻ പണ്ട് സൗഖ്യമാക്കി, ഇന്ന് രാത്രി നിശ്ചയമായും അവൻ സൗഖ്യമാക്കും. He did deliver, he still delivers. അവൻ വിടുവിച്ചു, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കും. He did save, he still saves. അവൻ രക്ഷിച്ചു, ഇന്ന് രാത്രി രക്ഷിക്കും. Somebody give him praise and give him glory. മഹത്വപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. What would you have me to do? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. Bartimaeus did not want more change in his cup. ഇനി കുറെ കൂടെ പൈസ അവന്റെ പിച്ചപ്പാടെ വീഴണമെന്ന് അവൻ ആഗ്രഹമില്ല. He did not need change in his cup. അവന്റെ പിച്ചപാത്രത്തിൽ ഇനിയും കുറെ ധനാംശം വീഴണമെന്ന് അവന് താല്പര്യമില്ല. He needed a change in his life. അവന്റെ ജീവിതം